കർത്താവ് ചോദിക്കുകയാണ്, എഫ്രയീമേ മകനെ, എൻ്റെ കുഞ്ഞെ, ഇനി എനിക്കും വിഗ്രഹങ്ങൾക്കും തമ്മിൽ എന്ത്? നോക്കിക്കേ, ലോകസ്നേഹം, ജഡമോഹം, കൺമോഹം, ഇങ്ങനെ ലോകത്തിലുള്ളത് ദൈവത്തിൽ നിന്നുള്ളതല്ല, ലോകത്തിൻ്റെതത്രേ. അതെല്ലാം നിനക്ക് വിഗ്രഹമായി. നീ എൻ്റെ കുഞ്ഞാണ്, നീ എൻ്റെ യാക്കോബാണ്. നീ നിൻ്റെ വിഗ്രഹങ്ങളെ അകറ്റുമെങ്കിൽ നോക്കിക്കേ, വന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം, ആത്മീയ സന്തോഷം അനുഭവിക്കാം. നല്ലതാണ്. അത് മാത്രമാണോ ദൈവം വാഗ്ദത്തം ചെയ്യുന്നത്? ഞാൻ നിനക്ക് മഞ്ഞുപോലെ ഇരിക്കും, ഞാൻ നിന്നെ ഔദാര്യമായി സ്നേഹിക്കും, നീ താമര പോലെ പൂത്ത് ലെബനോൻ വനം പോലെ വേരൂന്നും, നിന്റെ കൊമ്പുകൾ പടരും, അതിന്റെ ഭംഗി ഒലിവ് വൃക്ഷത്തിന് ഭംഗി പോലെ, വാസന ലെബനോന്റേതുപോലെ. വീണ്ടും നീ ധാന്യം വിളയിക്കും, മുന്തിരിവള്ളി പോലെ തളിർക്കും, അതിന്റെ കീർത്തി ലെബനോന്റെ വീഞ്ഞിന്റെ പോലെ ഇരിക്കും. നോക്കിക്കേ, ആത്മീയമാണ് എപ്പോഴും ഭൗതികത്തെക്കാൾ നല്ലത്. ആത്മീയ സന്തോഷം അല്ലെങ്കിൽ സ്വർഗീയമായതിന്റെ മുമ്പിൽ ഒരു ലോകവും നിൽക്കില്ല. ദാവീദിന്റെ മുമ്പിൽ ഗോലിയാത്ത് വീണതുപോലെ ഭൗതികം ആത്മീയതയ്ക്ക് മുമ്പിൽ വീഴും.